അപ്പോൾ അമ്പിയാക്കൾ സാധാരണ മനുഷ്യരല്ല. മറ്റുള്ളവരൊന്നും അവരുടെ സ്ഥാനത്തെത്തൂല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളുടെ സമീപത്ത് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു, കേൾക്കുന്നു. അതേ സമയത്ത് സാധാരണ മനുഷ്യനായ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ സ്ഥാനമെത്താത്ത എന്നർത്ഥം, അല്ലാതെ നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യനല്ല കേട്ടോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നില്ല. ഐസ ബീവി റളിയല്ലാഹു അൻഹ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കുന്നില്ല. കാരണം അവരൊക്കെ നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യനല്ല. എന്നാലും അവർ അമ്പിയാക്കളുടെ സ്ഥാനത്തെത്തിയിട്ടില്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം അമ്പിയാക്കൾ എന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് മിറാജിന്റെ ദിവസം നോമ്പെടുത്തു. മിറാജ് എന്ന് പറയുന്നത് ഇന്നലത്തെ രാത്രി മിറാജിന്റെ അല്ലെങ്കിൽ ഇസ്രായിന്റെ രാത്രിയാണ്. ആ വലിയ യാത്ര അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടിപ്പിച്ചത് എന്തിനാണ്? ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ലിനുരിയഹു മിൻ ആയാതിനാ, തെളിവുകൾ കാണിച്ചു കൊടുക്കാനാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നുണ്ട്. നേരത്തെ അവരോധിച്ച സ്ഥാനത്തിന്റെ പുറമെ അതിന് ധാരാളം തെളിവുകൾ കാണേണ്ടതുണ്ട്. അങ്ങനെ തെളിവ് കാണിച്ചു കൊടുക്കാനുള്ള ഒരു യാത്രയായതുകൊണ്ടാണ് അത് രാത്രിയിൽ സംഘടിപ്പിച്ചത്. അല്ലാതെ വെറും ആളുകൾക്ക് കാണിക്കാനുള്ള മൗഇദത്തല്ല. അങ്ങനെയാണെങ്കിൽ പകലല്ലേ അത് നടക്കേണ്ടത്? ലിനുരിയഹു മിൻ ആയാതിനാ, നബിതങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കാനാണ്, ജനങ്ങൾക്ക് അതിന് തെളിവ് കാണിച്ചു കൊടുക്കാനല്ല. നബിതങ്ങൾക്ക് തെളിവ് കാണിച്ചു കൊടുക്കാനാണ്. ആ കാണിച്ചു കൊടുത്ത തെളിവിൽ നമ്മൾ കണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോകുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രസവിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കൊടുത്ത തുരിസേനയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ വരാനിരിക്കുന്ന മദീനയിൽ അവിടെ നിന്നും 2 റക്അത്ത് നിസ്കരിപ്പിക്കുന്നു. ഹദീസിൽ ഇതെല്ലാം നമുക്ക് കാണാം. എന്നിട്ട് മറർത്തു ബി മൂസാ ലൈലത ഉസ്രിയ ബി, മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമീപത്ത് ഞാൻ എത്തുന്നു ഇസ്രായിന്റെ രാത്രിയിൽ. അപ്പോൾ മൂസാ നബി എന്ത് ചെയ്യുന്നു? ഖായിമൻ യുസല്ലി ഫിൽ ഖബർ, ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് കലീമുല്ലാഹി മൂസ. അതൊരു സാധാരണ നേതാവല്ല, സാധാരണ വ്യക്തിയല്ല. ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് ഞാൻ കാണുന്നു. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ കാഴ്ച സാധാരണയല്ല. ഇവിടെ മഖ്ബറയിൽ ഖബറിൽ നടക്കുന്ന സംഗതി നമ്മളാരെങ്കിലും കാണാറുണ്ടോ? കാരണം നമ്മളത് സാധാരണ കണ്ണാണ്. നബിതങ്ങളുടെ കണ്ണ് അങ്ങനെയല്ല. സാധാരണ ഒരു വ്യക്തി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുന്നു, നബിതങ്ങൾ ദൂരെ പുറത്തു നിന്ന് കാണുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അത് കഴിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിയപ്പോൾ, അല്ലാഹുവേ ബൈത്തുൽ മുഖദ്ദസും മസ്ജിദുൽ അഖ്സയും ഒക്കെ നിന്റെ അധികാരത്തിലാണ്. അത് ദീനിന്റെ ശത്രുക്കളെ കയ്യിൽ കൊടുക്കാതെ നീ അത് സംരക്ഷിക്കണം അല്ലാഹ്. ഓ സഹോദരന്മാരെ, ആ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെടുന്നു. പിന്നിൽ തുറന്ന് നിസ്കരിച്ച ആരാണ്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് ഒന്നുമല്ല, കഴിഞ്ഞുപോയ അമ്പിയാക്കളാണ്. അതേ അമ്പിയാക്കൾ വന്ന് നബിതങ്ങളെ പിന്തുടർന്ന് നിസ്കരിക്കുന്നു. സഹീഹായ ഹദീസിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അമ്പിയാക്കൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മരിച്ചുപോയാൽ എല്ലാവരും തുല്യരാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അമ്പിയാക്കൾ ഔലിയാക്കളുടെ സ്ഥാനം നിഷേധിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം സന്മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളവരെ ചീത്ത വിളിക്കുന്നില്ല, തെറി പറയുന്നില്ല. അവർ വിവരമില്ലാതെ പെട്ടുപോയ ആശയത്തിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, അമ്പിയാക്കൾ വന്ന് നിസ്കരിക്കുന്നു. ആ അമ്പിയാക്കൾ തന്നെ അതിനുശേഷം من قاب قوسين لم
تدرك ولم ترمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിസ്കരിക്കുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. നബി തങ്ങൾ അവരോട് ചോദിക്കുന്നു, അവർ മറുപടി പറയുന്നു. അങ്ങനെ പലതും സംഭവിച്ചതിന് ശേഷം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് യാത്രയാക്കപ്പെടുന്നു. ആകാശത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ നേരത്തെ കൂടെ നിസ്കരിച്ചിരുന്ന അമ്പിയാക്കൾ وقدمتك جميع الأنبياء منها والرسل تقديم مخدوم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോൾ അവിടെ മുർസലീങ്ങൾ നബി തങ്ങളെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. ഇതൊരു വല്ലാത്ത യാത്രയാണ്, അല്ലാഹു നിശ്ചയിച്ച യാത്രയാണ്. അവിടെ അമ്പിയാക്കൾ മുന്നിൽ പോയി കാത്തു നിൽക്കുന്നു ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ. സുഹൃത്തുക്കളെ, അവിടെ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടതും ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടതും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടതുമൊക്കെ അള്ളാഹുവിന്റെ റസൂല് വിവരിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇതൊന്നും വെറും ഒരു ആത്മാവിന്റെ സമ്മേളനമല്ലല്ലോ, മറിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗി പോലും ഹബീബ് നബി നിങ്ങൾ വിവരിക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. 6ാമത്തെ ആകാശത്തിലെത്തുമ്പോ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം നേരത്തെ പോകുമ്പോ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നുണ്ട്. പള്ളിയിലെത്തുമ്പോൾ അവിടെ പള്ളിയിൽ നിസ്കരിക്കാനുണ്ട്. ആകാശത്തിലെത്തുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം സ്വീകരിക്കാൻ അവിടെയും എത്തിയിട്ടുണ്ട്. വഫാത്തിന് ശേഷം അമ്പിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവ്, അല്ലാഹു കൊടുക്കുന്ന പവർ, അത് നിഷേധിക്കുന്നവൻ ഖുർആൻ അംഗീകരിക്കാൻ പറ്റുമോ? ഹദീസ് അംഗീകരിക്കാൻ പറ്റുമോ? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഫലാ തകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ശേഷം 7ാമത്തെ ആകാശത്തിൽ കാണുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കാണുന്നു. എല്ലാവരും നബി തങ്ങൾക്ക് ആശംസ അർപ്പിക്കുന്നു, എല്ലാവരും അഭിനന്ദനം പറയുന്നു, അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു. മർഹബം മിൻ നബി സാലിഹ് വല്ലിബ്നി സാലിഹ് എന്നാണ് ആദം നബി പറഞ്ഞത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഓരോ അമ്പിയാക്കളും അതാ സ്വാഗതം പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിശ്ചയിച്ച സ്ഥലങ്ങളിലെല്ലാം പോകുന്നു. പോയി വരുമ്പോൾ യജമാനനായ റബ്ബ് ആ ചെല്ലുന്ന സ്ഥലത്തൊക്കെ വലിയ അതീയ അലങ്കാരം അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതാണ് ഖുർആൻ പറയുന്നു, വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഖൽ ബസർ വമാ തഗാ. എന്തെല്ലാം അലങ്കാരങ്ങളാണ് അല്ലാഹു തആല ആ ലോകത്തോ ഉപരിമണ്ഡലത്തിൽ വെച്ചിട്ടുള്ളത്. അതേ, ഒരു മരം സിദ്റത്തുൽ മുൻതഹ, അതിന്റെ ഇലകൾ ആനയുടെ ചെവിയേക്കാൾ വലിപ്പമാണ്, അതിന്റെ പഴങ്ങൾ വലിയ ജാടിയേക്കാൾ വലുതാണ്, അലങ്കാരമാണ്. ഹബീബ് നബി തങ്ങൾ പറയുന്നു അവിടെ സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം കളറുകളാണ്,
എന്തെല്ലാം കളറുകളാണ് അവിടെ പൊതിയുന്നത്. ആ ഹബീബായ നബി തങ്ങൾ ജനിച്ച വകയിൽ നമ്മുടെ പള്ളിയുടെയോ മദ്രസയുടെയോ മേലെ ഒരു അലങ്കാര ബൾബ് വെച്ചാൽ, കല്യാണത്തിന് എത്ര ബൾബ് വെച്ചാലും പരാതിയില്ലാത്തവന് ഹബീബായ നബി തങ്ങളെ ബഹുമാനിച്ച് ബൾബ് വെക്കുമ്പോൾ ചെറിയ നോട്ടീസ് ഇറക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് നബി തങ്ങളെ ബഹുമാനിക്കാനുള്ള സന്മനസ് നൽകട്ടെ. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ആദരവാണ്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മേൽപോട്ട് പോകുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച സ്ഥലമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അതേ കടലിന്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ച ഒരു നബിയുണ്ട്. ആ നബിയുടെ പേരാണ് വദന്നൂനി ഇദ്ഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അത് നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ യൂനുസ് നബി അലൈഹിസ്സലാമിന് റബ്ബിനോട് സംസാരിക്കാൻ, റബ്ബിനോട് അപേക്ഷ കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചത് കടലിന്റെ ഉള്ളിലാണ്, മത്സ്യത്തിന്റെ വയറ്റിലാണ്. ഹബീബ് നബിതങ്ങൾ പറഞ്ഞു, ലാ തുഫദ്ദിലൂനി അലാ യൂനുസ് ബിൻ മത്താ, അലാ യൂനുസ് ബിൻ മത്താ, മത്തയുടെ മകൻ യൂനുസിനേക്കാൾ എന്നെ നിങ്ങൾ ബഹുമാനിക്കരുത്. ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ഖുർആൻ പറഞ്ഞതല്ലേ, തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്, എല്ലാ മുർസലീകളും തുല്യരല്ല. ഏറ്റവും വലിയ ശ്രേഷ്ഠത മുഹമ്മദ് നബി തങ്ങൾക്ക് തന്നെയാണ്. പിന്നെ എന്തിനാണ് അല്ലാഹു തആല യൂനുസ് നബിയേക്കാൾ എനിക്കൊരു ബഹുമതി കാണണ്ട എന്ന് പറഞ്ഞത്? യൂനുസ് നബി അല്ലാഹുവിനോട് സംഭാഷണം നടത്തുന്നത് അത് വയറ്റിന്റെ ഉള്ളിൽ, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ, കടലിന്റെ ഉള്ളിലാണ്. അതേ ഇരുട്ടുകളുടെ ഉള്ളിലാണ്. ഹബീബ് നബിതങ്ങളോ ആകാശത്തിന്റെ എല്ലാം മേലെയാണ്. അള്ളാഹു സ്ഥലകാലതീതനാണല്ലോ. അള്ളാഹുവിന് പ്രത്യേകം സ്ഥലമില്ലല്ലോ. അവൻ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല, അത് മുഅ്തസിലത്തിന്റെ വിശ്വാസമാണ്. പടച്ചവൻ പാലിലെ വെണ്ണ പോലെ പരന്നു കിടക്കുന്നു എന്ന് ചിലര് വിവരക്കേട് കൊണ്ട് പറയാറുണ്ട്. നമ്മളാരും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അത് വലിയ അബദ്ധജടിലമായ വിശ്വാസമാണ്. അതുപോലെ പടച്ചവൻ ഒരു കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്, സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അതും അബദ്ധജടിലമായ വിശ്വാസമാണ്. എല്ലാ അർശും കുർസിയും ആകാശവും ഭൂമിയും കടലും കരയും വെള്ളവും മത്സ്യവും സസ്യവും മനുഷ്യനും മലക്കും ജിന്നും ജന്തുക്കളും ഇഴജന്തുക്കളും എല്ലാം സൃഷ്ടിച്ച റബ്ബിന് ഒരു സ്ഥലത്തിന്റെയും ആവശ്യമില്ല. അവകളെല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്, അതിന് ശേഷവും അല്ലാഹു ഉണ്ട്. പടച്ചവന് മാറ്റമില്ല, അവനൊന്നിലേക്കും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവൻ സ്ഥലകാലതീതനാണെന്ന് വിശ്വസിക്കണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഓ സുഹൃത്തുക്കളെ, ഹബീബ് നബിതങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തത് ആകാശത്തിന്റെ മേലെയാണ്. അവിടെയാണ് നബിതങ്ങൾ സൂചിപ്പിക്കുന്നത്, ഞാൻ മേലെ നിന്ന് അള്ളാഹുവിനോട് സംസാരിച്ചു, യൂനുസ് നബി താഴെ നിന്ന് സംസാരിച്ചു. അതിൽ വ്യത്യാസമില്ല, റബ്ബിന് സ്ഥലമില്ല. ഇതാണ് ഹദീസ് കൊണ്ട് പഠിപ്പിക്കുന്നതെന്ന് ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഹബീബ് നബിതങ്ങൾ അല്ലാഹുവിന് കാഴ്ചവെക്കുന്നു. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്,
നമ്മളിപ്പോൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന അത്തഹിയ്യാത്തില്ലേ, അതിന്റെ ആദ്യ ഭാഗം ഹബീബ് നബി തങ്ങൾ പടച്ചവന് കാഴ്ചവെച്ചതാണ്. അത്തഹിയ്യാത്ത്, എല്ലാ തിരുമുൽ കാഴ്ചകളും കാണിക്കകളും. അത്തഹിയ്യാത്തുൽ മുബാറകാത്ത്, എല്ലാ അനുഗ്രഹീതമായ വിഷയങ്ങളും. അസ്സലവാത്ത്, എല്ലാ പ്രാർത്ഥനകളും നിസ്കാരങ്ങളും. അത്തയ്യിബാത്ത്, എല്ലാ നല്ല വിഷയങ്ങളും. ലില്ലാഹ്, അല്ലാഹുവിനാണ് സമർപ്പിക്കുന്നത്. അതെന്റെ റബ്ബിന് ഞാൻ സമർപ്പിക്കുന്നു. നമ്മൾ പള്ളി നിർമ്മിക്കുന്നത് അള്ളാഹുവിനെ സമർപ്പിക്കാനാണ്. നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിനെ സമർപ്പിക്കാനാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവന്റെ പ്രഖ്യാപനം തന്നെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കുപ്പായം പൊക്കണം, അത് പിന്നെ ജപ്പാനിലടക്കം എത്തുകയും ചെയ്യും. ആരും കടന്നെന്നാണ് ഞാൻ തര കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ തിരികെ ചെയ്യാം. എന്നോട് വാങ്ങണേത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൃത്തുക്കളെ, ഇന്ന സ്വലാത്തി വനുസുകി, എന്റെ നിസ്കാരം, എന്റെ ഹജ്ജ്, എന്റെ ഉംറ, എന്റെ ബലികർമ്മം, എല്ലാ കാര്യങ്ങളും, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന നാഥനായ അള്ളാഹുവിനുള്ളതാണ്. എല്ലാം അള്ളാഹുവിനാണ്. അല്ലാതെ എന്റെ പ്രസംഗം അള്ളാഹുവിനാണ്, അതിനർത്ഥം അതിന്റെ ഉപകാരം അള്ളാഹുവിനാണ് എന്നല്ലോ. അള്ളാഹുവിനാണ് സമർപ്പിക്കുന്നത്. നമ്മൾ പള്ളി, അത് അള്ളാഹുവിനാണ് സമർപ്പിക്കുന്നത്. നമ്മളെ എല്ലാ കാര്യവും അള്ളാഹുവിനാണ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നക ലാ തഖദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും. മോനെ, എല്ലാ ജനങ്ങളെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല കേട്ടോ. എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ അതിനെ കൊണ്ട് കഴിയില്ല. ഫഅസ്ലിഹ് മാ ബൈനക വബൈനല്ലാഹ്, നിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ നീ ക്ലിയറാക്കി വെക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ കുടുങ്ങുന്ന ഒരു സംഗതിയിലും പെട്ടുപോകരുത്. സുമ്മലാ തുബാലി ബിന്നാസ്, പിന്നെ ജനങ്ങൾ നിന്നെ പുകഴ്ത്തി പറഞ്ഞാലും നിന്നെ ഇകഴ്ത്തി പറഞ്ഞാലും കൊടുക്കുന്നവരും തടയുന്നവരും അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന നിനക്കൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഇകഴ്ത്തി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും പുകഴ്ത്തി നീ പൊങ്ങാനും പാടില്ല. അള്ളാഹു മാത്രമാണ് കൊടുക്കുന്നവനും തടയുന്നവനും. ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ടാണ് മുഅ്മിനിന്റെ പ്രവർത്തനം. ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സമർപ്പിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാ കർമ്മങ്ങളും. ചിലരുണ്ട് നേർച്ച അള്ളാഹുവിന് മാത്രം, ബാക്കിയുള്ള എല്ലായിരിക്കാം, ബാക്കിയുള്ളതൊക്കെ ആർക്കാ? എല്ലാം അള്ളാഹുവിന്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. കുറച്ചു കാര്യം അള്ളാഹും കുറച്ച് മനുഷ്യന്മാർക്കും അല്ല, എല്ലാം അള്ളാഹുവിന്. നേർച്ചയും അള്ളാഹുവിന്, ഖുർആനത്തും അള്ളാഹുവിന്. അതിന്റെ അർത്ഥം അതിന്റെ ഉപകാരം അള്ളാഹ്ക്കാണ് എന്നല്ല. നമ്മള് ബാപ്പാന്റെ പേരിൽ ഖുർആൻ ഓതി അതിന്റെ ഉപകാരം ബാപ്പാക്കാണ്, അള്ളാഹ്ക്കല്ല. അള്ളാഹ്ക്ക് എന്ത് ഉപകാരം? അള്ളാഹുവിനാണ് അത് സമർപ്പിക്കുന്നത്. നമ്മളൊരു മയ്യിത്ത് നിസ്കരിച്ചാൽ അത് ആർക്കാണ്? അള്ളാഹുവിനാണ് സമർപ്പിക്കുന്നത്. അതിന്റെ ഉപകാരം ആർക്കാണ്? ഉപകാരം നമ്മക്ക് അല്ലാഹുവിന് പ്രതിഫലം കിട്ടും, മയ്യിത്തിന് ഉപകാരവും കിട്ടും. നമ്മൾ ബാപ്പാന്റെ പേരിൽ സദഖ ചെയ്താൽ, കടിയങ്ങാട് പള്ളിക്ക് ഒരാളൊരു 10 ലക്ഷം ബാപ്പാന്റെ പേരിലും കൊടുത്തു, എന്നാൽ അതിന്റെ പ്രതിഫലം ബാപ്പാക്ക് കിട്ടും. പക്ഷെ അതും സമർപ്പിക്കുന്നത് അള്ളാഹുവിനാണ്. എല്ലാം അള്ളാഹുവിന്. അതാണ് ഒരു മുസ്ലിം. അവന്റെ സംസാരവും പോക്കും വരവും അവന്റെ എല്ലാം അള്ളാഹുവിന്. അതാണ് ഒരു മുസ്ലിം. ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാതെ നേർച്ച മാത്രം അള്ളാഹ്ക്ക്, ബാക്കിയുള്ളതൊക്കെ വേറാക്ക്, അങ്ങനെ ഒരു ഇസ്ലാമില്ല. ഓ സഹോദരന്മാരെ, ആ അള്ളാഹുവിന് നബിതങ്ങളെല്ലാം സമർപ്പിക്കുന്നു മിഅ്റാജിന്റെ രാത്രിയിൽ. അപ്പോഴാണ് നബിതങ്ങൾക്ക് ഇങ്ങോട്ട്, നബിതങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നു പ്രസന്റേഷൻ. അതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു
ഓ നബിയേ, അങ്ങയ്ക്ക് സലാം, അങ്ങയ്ക്ക് സമാധാനം. വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ ബറക്കത്ത് അങ്ങയ്ക്കുണ്ടെന്ന് അല്ലാഹു തആല തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നു. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഹബീബ് നബി തങ്ങളെ നമ്മൾ ഓർക്കേണ്ടത്. ആ ഒരു സ്ഥലം എവിടെയാണ്? ഏതൊരു രംഗമാണ്? റബ്ബിനെ കാണുന്ന സന്ദർഭമാണ്, റബ്ബുമായി സംഭാഷണം നടത്തുന്ന രസമാണ്. പക്ഷേ അവിടുത്തെ പാവപ്പെട്ട ഉമ്മത്തുകളെ, കടിയങ്ങാടുള്ളവരെയോ കുറ്റ്യാടിയിലുള്ളവരെയോ ലോകത്തിന്റെ ഏത് മൂലയിലുള്ളവരെയോ അവിടുന്ന് മറന്നില്ലല്ലോ. അവിടെ റബ്ബിന്റെ മുമ്പിൽ അതാ അവിടുന്ന് ചോദിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നിങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് വേണ്ടി അവിടുന്ന് പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എനിക്ക് മാത്രം സമാധാനം പോരാ അല്ലാ, ഞമ്മക്ക് സമാധാനം വേണം. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സജ്ജനങ്ങളായി ജീവിക്കുന്ന അഥവാ ഈമാനുള്ള ഏത് മുഅ്മിനീങ്ങൾ എവിടെയുണ്ടോ, ഏത് മുഅ്മിനത്ത് എവിടെയുണ്ടോ, ഏത് രാജ്യത്തുണ്ടോ, ഏത് കാലത്തുണ്ടോ, എല്ലാവർക്കും നിന്റെ സമാധാനം വേണമല്ലാ. അവിടെയും ഈ ഉമ്മത്തിനെ മറന്നു പോകാതെ ഉമ്മത്തിന് വേണ്ടി ചോദിച്ചു വാങ്ങിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ മിഅ്റാജ് കഴിഞ്ഞ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു 100 സ്വലാത്ത് ഹബീബ് നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ പ്രതിജ്ഞ എടുക്കോ. അവിടെ വെച്ച് പോലും മിഅ്റാജിന്റെ ആ ദിനത്തിൽ പോലും അല്ലാഹുമായി സംഭാഷണം നടത്തുമ്പോൾ പോലും അല്ലാഹുവിന്റെ സമാധാനം അല്ലാഹു തആല അങ്ങോട്ട് അർപ്പിക്കുമ്പോ അവിടെ വെച്ചും പാവപ്പെട്ട നമ്മളെ ഓർമ്മിച്ച് നമുക്ക് വേണ്ടി സമാധാനം ചോദിച്ചു വാങ്ങിയ നബി തങ്ങളുടെ പേരിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു 100 സ്വലാത്ത് ചൊല്ലിക്കൂടെ? ഞാൻ നിങ്ങളോട് പറയട്ടെ, ചുരുങ്ങിയ ഒരു സ്വലാത്ത് അതേ 10 മിനിറ്റ് കൊണ്ട് 100 എണ്ണം ചൊല്ലാം. ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അതാ വാച്ചൊന്ന് നോക്കിയിട്ട് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അതിൽ അല്ലാഹുവിന് സ്വലാത്ത് ചോദിക്കുന്നുണ്ട്, സലാം ചോദിക്കുന്നുണ്ട്, നബിതങ്ങളെ മദ്ഹും പറയുന്നുണ്ട്. സയ്യിദിനാ, ഞങ്ങളെ നേതാവ്, അതവിടുത്തെ മദ്ഹാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, സല്ലി അലാ സയ്യിദിനാ, ഞങ്ങളെ നേതാവിന് നിന്റെ സ്വലാത്ത് വേണം. അതേ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അത് മുഹമ്മദ് നബിയാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക്, അങ്ങനെയും ചൊല്ലാം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി. നബിതങ്ങളെ ഓർമ്മിക്കുമ്പോൾ, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് തങ്ങന്മാരെ മറക്കാൻ പറ്റില്ല, നബി കുടുംബത്തെ മറക്കാൻ പറ്റില്ല. അവരെ പേരിലും സ്വലാത്ത് വേണം. അതാണ് വഅലാ ആലിഹി, നബിയുടെ കുടുംബത്തിന്റെ പേരിലും നിന്റെ സ്വലാത്ത് വേണം. വസല്ലിം വസഹ്ബിഹി, നബിതങ്ങളെ കുടുംബത്തെ ബഹുമാനിക്കുന്നത് പോലെ അവിടുത്തെ സഹാബത്തിനെയും ബഹുമാനിക്കണം, സ്നേഹിക്കണം. നബി കുടുംബത്തെ വികാരം കൊള്ളിച്ച് സഹാബികളിൽപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെതിരെ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ അതാ കുപ്രചരണം നടത്തുന്ന ചില ശിയാക്കൾ നമ്മുടെ കേരളത്തിലും രംഗത്ത് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവോ മുആവിയ റളിയല്ലാഹു അൻഹു
അൻഹു നബി കുടുംബത്തെ ആക്രമിച്ചവരല്ല. അത് പറയാത്ത ഒരു ഇമാമിങ്ങളും ഇല്ലെന്ന് മാത്രമല്ല, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ തന്നെ പറഞ്ഞത് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ എടുത്ത് ഉദ്ധരിച്ചത് കാണാം. ഖത്ലായ വ ഖത്ലാ മുആവിയ ഫിൽ ജന്ന. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ളവരും എൻ്റെ കൂടെയുള്ളവരും ഇരുപക്ഷത്തായി മരണപ്പെട്ടു പോയവരും എല്ലാം സ്വർഗത്തിലാണെന്നാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ പ്രസ്താവന. ആ അലി ഇബ്നു അബീ ത്വാലിബിന്റെ പ്രസ്താവന ചെവിക്കൊള്ളാത്തവരാണ് ശിയാക്കൾ. അതേപോലെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, രണ്ട് മുസ്ലിം സമുദായം രണ്ട് ചേരിയായി പോയി. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കുന്ന ഒരു ചേരി, അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പിന്തുണക്കുന്ന ഒരു ചേരി. ഹസൻ റളിയല്ലാഹു അൻഹു ആകുന്ന സയ്യിദ് എന്ത് ചെയ്തു? അതേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി തങ്ങൾ നേരത്തെ തന്നെ ആ കുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? ഇന്നബിനി ഹാദാ സയ്യിദുൻ, എൻ്റെ ഈ മകൻ ഒരു സയ്യിദാണ്, ശരിയായ നേതാവാണ്, എൻ്റെ മകൻ സയ്യിദാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ലഅല്ലല്ലാഹ യുസ്ലിഹു ബിഹി ബൈന ഫിയതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ രണ്ട് ചേരിയായി തിരിയുന്ന ഒരു സമയത്ത് ആ രണ്ട് ചേരിക്കിടയിലും മസ്ലഹത്തുണ്ടാക്കും എൻ്റെ ഈ മകൻ. അങ്ങനെയുള്ളൊരു സയ്യിദാണിതെന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സൈന്യവും അതേപോലെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സൈന്യവും, കാരണം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അതാ ഭരണത്തിൽ അവരോധിച്ച ഒരു ടീമുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അവരോധിച്ച ഒരു ടീമുമുണ്ട്. രണ്ടും തമ്മിൽ വലിയ സംഘട്ടനത്തിന് വരുമ്പോ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മുസ്ലിം സമുദായം തമ്മിലടിച്ചിട്ട് കുറെ ആള് മരിച്ചാൽ ആരാണ് മറുപടി പറയുക? അതുകൊണ്ട് ഞാനത് ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഭരണം വേണമെന്നില്ല. ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിൽ അതാ സംസാരിക്കുന്നു, പ്രശ്നം അവിടെ പറഞ്ഞു തീർക്കുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഹസൻ റളിയല്ലാഹു അൻഹു അടക്കം ഭരണാധികാരിയായി നിശ്ചയിക്കുന്നു. അങ്ങനെയാണ് നാല് ഖുതുബുകളായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, അഞ്ചാമത്തെ ഖുതുബായ ഹസൻ റളിയല്ലാഹു അൻഹു, ആറാമത്തെ ഖുതുബാരാണ് മഹാനായ ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. സഹാബികളെ കുറ്റം പറഞ്ഞാൽ ഒരാൾ ഈമാനോടെ മരിക്കൂല. എന്നാൽ അറിവ് കുറഞ്ഞ ചില സയ്യിദന്മാരോട് പോയിട്ട് ഇതങ്ങളെ ഉപ്പാപ്പാക്കെതിരെ നിന്ന ആളല്ലേ എന്ന് പറഞ്ഞ് അതാ സഹാബികളെ ചീത്ത പറയിക്കുന്ന ചില ശിയാക്കളുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെ വളരാത്തൊരു സാധനമാണ്. അതിനെ വളർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് സുഹൃത്തുക്കളെ. എല്ലാ സയ്യിദന്മാർക്കും നേതാവല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ബാപ്പയും ഉമ്മയും ഒന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയാണ്, ഒന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയാണ്, അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ വന്ന മഹാനാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇമാം ശഅറാനി തങ്ങള്. അതേപോലെ തന്നെ അതാ എത്രയോ പണ്ഡിതന്മാർ, അതേ അവരെല്ലാം വലിയ വലിയ സയ്യിദന്മാരാണ്. അവരാരും ശിയാക്കളെ പിന്തുണച്ച് ഒരു സഹാബിയെയും ആക്ഷേപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആക്ഷേപിക്കാൻ പാടില്ല എന്ന് സവിസ്തരം പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ കിതാബുൽ ഗുന്യത്തിൽ വിവരിച്ചത് കാണാം. സർവ്വ ഇമാമിങ്ങളും അത് തന്നെ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ഒരൊറ്റ
സുന്നിയും ഒരിക്കലും ഒരു സഹാബിയെയും ജീവിതത്തിൽ ആക്ഷേപിച്ചു പോകല്ലേ. മുആവിയ റളിയല്ലാഹു അൻഹു വലിയ ഖുതുബാണ്, ബഹുമാനപ്പെട്ടവർ അതാ മിമ്പറിന്റെ മേലെ, പള്ളി മിമ്പറിന്റെ മേലെ, മദീനത്തെ പള്ളി മിമ്പറിന്റെ മേലെ കയറി ഖുതുബ ഓതുമ്പോൾ സഹാബത്ത് അച്ചടക്കത്തോടെ ഇരുന്ന് കേൾക്കുകയും അതേപോലെ തന്നെ അവിടുത്തെ പിന്തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നു. ഇമാം ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. നാദാപുരത്തിനടുത്ത് ചേലക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളം പ്രത്യേകിച്ച് സുന്നി മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും മനസ്സുകൾ ഏകോപിച്ച് നിൽക്കുന്ന നല്ല ഒരു സന്ദർഭമാണ്. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ചേലക്കാട് രണ്ട് വിഭാഗം സുന്നികൾ, അവര് തമ്മിൽ ഒരു പ്രശ്നം വന്നു. അങ്ങനെ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ അവിടെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ആളുകളും നിങ്ങളല്ലാത്ത ജമിയത്തുൽ ഉലമയുടെ ആളുകളും തമ്മിൽ തെറ്റിയിട്ട് അവിടെ വലിയ പ്രശ്നമാണ്. ഞങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കേണ്ടത്? ഞാൻ പറഞ്ഞു, രണ്ടു പക്ഷവും നിൽക്കാൻ പാടില്ല. നിങ്ങൾ നിഷ്പക്ഷമായി നിന്ന് അവരെ യോജിപ്പിക്കാൻ നോക്കണം. അപ്പൊ അവര് ചോദിച്ചാൽ അങ്ങനെ യോജിപ്പിക്കുക? ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പരിപാടി വെക്കി, ഞാൻ വന്ന് പ്രസംഗിച്ചുതരാം. ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, നമ്മൾ ചേരിതിരിയുകയല്ല വേണ്ടത്, നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ സന്തോഷം, അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷം, അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് സന്തോഷം, അപ്പോഴാണ് നമ്മുടെ ഇമാമിങ്ങൾക്ക് മുഴുവനും സന്തോഷം, അപ്പോഴാണ് നമ്മുടെ മുൻഗാമികളായ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് സന്തോഷം, അപ്പോഴാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് സന്തോഷം, അപ്പോഴാണ് ഖുതുബി തങ്ങൾക്ക് സന്തോഷം, അപ്പോഴാണ് ശരീഅത്ത് അഹമ്മദ് തങ്ങൾക്ക് സന്തോഷം. എല്ലാ മഹാന്മാർക്കും അപ്പോഴാണ് സന്തോഷം. ചേരി തിരിയുമ്പോഴല്ല. ഞാൻ അവിടെ വെച്ച് അന്ന് പ്രസംഗിച്ച പ്രസംഗം അതന്ന് CD-യായി ഇറങ്ങിയിരുന്നു. അതിന്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. കോഴിക്കോട്ട് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ വീട്ടിൽ ഞാനും ബഹുമാനപ്പെട്ട മർഹൂം ഹൈദർലി ശിഹാബ് തങ്ങളും, അല്ലാഹു മരണപ്പെട്ടു പോയ എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മോമിനീങ്ങൾക്കും സ്വർഗം നൽകട്ടെ, ഒന്നിച്ച് ഒരുമിച്ച് കൂടിയ ഒരു ദിവസം ഞാൻ തങ്ങളവറുകളുടെ കൂടെയുള്ള ആളെ കയ്യിൽ ആ CD കേട്ടു നോക്കാൻ വേണ്ടി കൊടുത്തതും എനിക്ക് ഓർമ്മയില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഇസ്ലാം അത് ഭിന്നിക്കാനുള്ളതല്ല, പരസ്പരം കുറ്റം പറയാനുള്ളതല്ല, മറ്റു മതക്കാരെ ഇകഴ്ത്താനുള്ളതുമല്ല, ശത്രുതയുണ്ടാക്കാനുള്ളതുമല്ല. ഇസ്ലാം സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മതമാണ്. അതിന്റെ ആശയമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഒരു ഹൈന്ദവൻ ഹിന്ദുമതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമുക്കെന്താ കുഴപ്പം? ഒരു ക്രിസ്തുമതക്കാരൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുണ്ട്, നമുക്കെന്താ കുഴപ്പം? അതുകൊണ്ട് നമ്മളെ ഇസ്ലാമിനെ അവർ കേടുവരുത്തുന്നില്ലല്ലോ. അതേ സമയത്ത് ഖുർആനിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് എന്ന് പഠിപ്പിച്ചാൽ മുസ്ലിമീങ്ങളെ ഈമാൻ പോയി പോകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് ഇല്ലാത്തത് ഖുർആന്റെ പേരിൽ പഠിപ്പിച്ചിട്ട് ഒരാളെ ഈമാൻ കളഞ്ഞാൽ ഇസ്ലാമിനാണ് അവിടെ കേടുവരുന്നത്. ഇതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണെന്ന് പറഞ്ഞ് ഏത് തരീഖത്തുകാരൻ വന്നാലും അവൻ അള്ളാന്റെ ദീനിനെയാണ്, ജനങ്ങളെ ഈമാനാണ് നശിപ്പിക്കുന്നത്. ഹൈന്ദവർ ആരും ഇവിടെ ഈമാൻ നശിപ്പിക്കുന്നില്ല, അതേപോലെ ക്രൈസ്തവർ നശിപ്പിക്കുന്നില്ല, മതമില്ലാത്തവരും ഈമാൻ നശിപ്പിക്കുന്നില്ല. ഈമാൻ നശിപ്പിക്കുന്ന രോഗാണുക്കൾ വലിയ അപകടമാണ്. അതിനെ സംബന്ധിച്ച് നല്ല ബോധം മുസ്ലിമീങ്ങൾക്കുണ്ടാകണം.
അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ മറന്നില്ല. അല്ലാഹുവിനോട് സംഭാഷണം നടത്തുമ്പോഴും അവിടുന്ന് നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. ഈ സംഭാഷണങ്ങളെല്ലാം അല്ലാഹു കൊടുത്ത വയർലെസ് മുഖേന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു പോയത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ നബിയെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ഈ അല്ലാഹു തആല എല്ലാവരെയും സൃഷ്ടിച്ച അവനല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെയുള്ള ഒരു നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ റസൂലായി നിയോഗിച്ചയച്ച ആ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് ഓതാൻ വേണ്ടി തന്നത്. അതാ മിറാജിന്റെ രാത്രിയിൽ നടന്ന അല്ലാഹുവിന് അങ്ങോട്ട് സമർപ്പിച്ചതും അല്ലാഹ് ഇങ്ങോട്ട് നബിതങ്ങൾക്ക് കൊടുത്തതും അപ്പോൾ നബിതങ്ങൾ നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങിയതും അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചതും ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഉമ്മമാരെ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹു തആല നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് തന്നത്. അതിന്റെ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം സലാത്താണല്ലോ. ഹബീബ് നബിതങ്ങളുടെ പേരുള്ള സലാത്താണല്ലോ. ആ സലാത്ത് നിർബന്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ നബിതങ്ങൾക്ക് സലാത്ത് ചൊല്ലണം, സലാം ചൊല്ലണം. അത് ഖുർആൻ കൽപ്പിച്ചതായതിനാൽ അത് നിർബന്ധമാണ്. ആ നിർബന്ധം വീട്ടുന്നത് നിസ്കാരത്തിലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നബിതങ്ങൾക്ക് നമ്മൾ സലാം പറയുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലെങ്കിൽ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നബിതങ്ങൾക്ക് നമ്മൾ സലാത്ത് ചൊല്ലുന്നു, നിർബന്ധം വീട്ടുന്നു. എന്നാൽ ഖുതുബയിലും സലാത്ത് വേണം, മയ്യിത്ത് നിസ്കാരത്തിലും സലാത്ത് വേണം. അവിടെയെല്ലാം നിർബന്ധമാണ്. സലാത്ത് എത്രയും കൂടുതൽ ചൊല്ലിയാൽ അത് വലിയ പുണ്യമാണ്. ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു 100 സലാത്ത് ചൊല്ലിയിട്ടല്ലാതെ എന്നെ സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട നേതാവ് നബിയുടെ പേരിൽ ഒരു 100 സലാത്ത് ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്തോ ഉമ്മമാരെ, ചെറുപ്പക്കാരെ. നബിതങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ അത് നബിതങ്ങൾക്ക് മുതലെടുപ്പിനുള്ളതല്ല. മൻ സല്ലാ അലയ്യ വാഹിദതൻ, ഒരൊറ്റ സലാത്ത് തന്നെ എന്റെ പേരിൽ ചൊല്ലിയാൽ എനിക്കിന്നത് കിട്ടുമെന്നല്ലല്ലോ നബിതങ്ങൾ പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി അസ്റാ, അവന് ചുരുങ്ങിയത് 10 ഗുണം അല്ലാഹു കൊടുക്കും. സലാത്തിന്റെ ഗുണം നമുക്കാണ്, നബിതങ്ങൾക്കല്ല. നബിതങ്ങൾക്ക് റബ്ബേതായാലും ഗുണം ചെയ്യുമെന്നത് അതാ റബ്ബ് പ്രഖ്യാപിച്ചതാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നബിതങ്ങൾക്ക് ആദരവോടെയുള്ള ഗുണം ചെയ്യുമെന്നത് അല്ലാഹ് തീരുമാനിച്ച് പ്രഖ്യാപിച്ച കാര്യമാണ്. മലക്കുകളും ഹബീബ് നബിതങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുകഴ്ത്തി പറയുകയും സലാത്ത് നിർവഹിക്കുകയും ചെയ്യുമെന്നത് ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇമാം റാസിക്ക് ഇവിടെ ഒരു വിശദീകരണമുണ്ട്. അതാ ഒരു രാജാവ് തന്റെ മകനെ അവിടെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ ആ മന്ത്രിയാക്കുന്നതിൽ പ്രതിഷേധമുള്ളവർക്ക് അതിനനുകൂലിക്കാൻ കഴിയില്ല. അതേ സമയത്ത് ആ മന്ത്രിയെയും മന്ത്രിയാക്കാൻ ഉദ്ദേശിച്ച രാജാവിനെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരോ
അവരിങ്ങനെ പറയും, ആ മകനെ തന്നെ നിങ്ങൾ മന്ത്രിയാക്കണമെന്ന് രാജാവിനോട് അവരാവർത്തിച്ച് നിരന്തരം പറയും. അത് ഉണ്ടാകുമ്പോൾ രാജാവിൽ നിന്ന് പ്രജകൾക്ക് ഗുണം കിട്ടുന്നില്ലേ? ഇതൊരു ഭൗതികമായ ഉദാഹരണമാണ്. ഇതുപോലെ റബ്ബിന്റെ തീരുമാനമാണ്. നബിതങ്ങൾക്ക് ആദരവോടെയുള്ള ഗുണം കൊടുക്കാൻ അതിനു വേണ്ടി നമ്മൾ പറയുകയും കൂടി ആയാൽ റബ്ബിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ നമുക്ക് ചൊരിച്ചു കിട്ടുന്നു. റബ്ബിന്റെ തീരുമാനം അംഗീകരിച്ച മൂമിനായി തീരുന്നു. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നെല്ലാം തിരിച്ചു വരുമ്പോൾ ആറാമത്തെ ആകാശത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വീണ്ടും കാണുന്നു. ആ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അങ്ങേക്ക് എന്താണ് സമ്മാനം കിട്ടിയത്? അതാ 50 നേരത്തെ നിസ്കാരം തന്നിട്ടുണ്ട്. അവിടുന്ന് ഇടപെടുകയാണ്. വഫാത്തായി പോയ അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ വിഷയത്തിൽ ഇടപെടില്ല എന്നല്ലല്ലോ ഇസ്ലാമിന്റെ വിശ്വാസം. മൂസാ നബി ഇടപെടുന്നു. ചുരുക്കിത്തരണം, ലഗേജ് ചുരുക്കണം, ഭാരം ചുരുക്കണം. നബിതങ്ങളോട് ആവശ്യപ്പെടുന്നു. അനുയായികൾക്കും നേതാവിനോട് വിഷയം പറയാമല്ലോ. മൂസാ നബി അനുയായിയാണെങ്കിലും ഹബീബ് നബിതങ്ങൾ അത് അംഗീകരിക്കുന്നു. അതല്ലേ നേതൃത്വം എന്ന് പറയുന്നത്. അനുയായികളെ തള്ളുന്നവരല്ലല്ലോ. ഹബീബ് നബിതങ്ങൾ 9 പ്രാവശ്യം തിരിച്ചുപോയി, തിരിച്ചു വന്ന് അങ്ങനെ അവസാനം 5 കൊടുത്തുകൊണ്ട് റബ്ബ് പറഞ്ഞു, 5-ന് 50ന്റെ പ്രതിഫലമാണ്. പിന്നെയും മൂസാ നബി ചുരുക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, അതിനുവേണ്ടി ആവശ്യപ്പെടാൻ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ പോകുന്നില്ല, അതിന് പോയാൽ നമുക്ക് നഷ്ടമാണ്. അങ്ങനെ നഷ്ടം വരുത്തിയിട്ടുള്ള പരിപാടി പറ്റൂല. 5-ന് 50ന്റെ പ്രതിഫലമാണ്. ആ 5 വാങ്ങി നേതാക്കൾ റബ്ബർ സ്റ്റാമ്പാകാൻ പാടില്ല. അനുയായികൾ പറയുമ്പോൾ ഒക്കെ നിന്നു കൊടുക്കല അല്ല, സ്വന്തം തീരുമാനം എടുക്കാനുള്ള അധികാരവും വേണം. നബി സല്ലല്ലാഹു നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, തിരിച്ചിങ്ങോട്ട് വന്നു. നബി സല്ലല്ലാഹു നിങ്ങൾ നമുക്ക് തന്ന സമ്മാനമാണ് 5 വഖത്ത് നിസ്കാരം. ആ നിസ്കാരം മോമിനീങ്ങളായ പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചാണ് നിസ്കാരം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പള്ളിയിൽ നിസ്കരിക്കുന്നവർ ആരാണ് എന്ന് പറയുന്ന സ്ഥലത്ത് യുസബ്ബിഹു ലഹു ഫിൽ ഗുദുവി വൽ ആസാൽ റിജാലുൻ, പുരുഷന്മാരാണ് പള്ളിയിൽ നിസ്കരിക്കുന്നത് എന്ന് ഖുർആൻ പ്രത്യേകം പറഞ്ഞു. റിജാലുൻ, അവിടെ നാസ് എന്ന് പറഞ്ഞില്ല, മനുഷ്യന്മാര് എന്ന് പറഞ്ഞില്ല. മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും പെടും. അതുകൊണ്ട് അല്ലാഹു തആല അത് പറഞ്ഞില്ല. പറഞ്ഞത് റിജാൽ, 4 അക്ഷരമാണ്. റിജാൽ, നാസിന് 3 അക്ഷരം മതി. കാരണം പുരുഷന്മാരാണ് പള്ളിയിൽ നിസ്കരിക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു നിങ്ങൾ കൽപ്പിച്ച അങ്ങനെയാണ്. അതുകൊണ്ടാണ് റിജാലുൻ, പുരുഷന്മാരാണ്. ഖുർആൻ തന്നെ പറയാൻ റിജാലുൻ, പുരുഷന്മാര് പള്ളിയിൽ നിസ്കരിക്കുന്നു. ആ പുരുഷന്മാര് പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഉസ്താദേ ഞങ്ങൾക്ക് പള്ളിയിൽ പോണ്ടേ എന്ന് സ്ത്രീകൾ ചിന്തിക്കരുത്. ഞങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. നിങ്ങളെ കയ്യിന്റെ മേലെ എത്ര സ്വർണത്തിന്റെ വളയുണ്ട്, എത്ര ചെയിനുണ്ട്, എത്ര ചങ്ങലുണ്ട്, എത്ര പാദസരമുണ്ട്. ഞങ്ങളുണ്ടോ? ഞങ്ങൾക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്നില്ലല്ലോ ഞങ്ങള്. കാരണം അത് അള്ളാഹു നിങ്ങൾക്ക് തന്നു, ഞങ്ങൾക്ക് അള്ളാഹുത്തിന് അത് തന്നിട്ടില്ല. ഖുർആൻ പറയാണ്, അള്ളാഹു ചിലർക്ക് ചിലത് കൊടുക്കും, ചിലർക്ക് ചിലത് കൊടുക്കും. അതൊന്നും കണ്ടു മോഹിക്കാൻ പാടില്ല. അതേ പുരുഷന്മാർക്ക് അവർ പ്രവർത്തിക്കുന്നതുണ്ട്, സ്ത്രീകൾക്ക് അവർ പ്രവർത്തിക്കുന്നതുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ ആഗ്രഹിച്ചു എനിക്കൊന്ന് ഗർഭിണിയായി പ്രസവിച്ചിട്ട് പടച്ചവന്റെ അടുക്കുന്ന വലിയ പ്രതിഫലം കിട്ടണം. എന്നെ കൊണ്ട് കിട്ടുമോ ആ പ്രതിഫലം? എനിക്ക് കിട്ടുമോ? അത് കിട്ടൂല. അതെന്റെ ഭാര്യക്കാണ് അള്ളാഹു കൊടുത്തത്. എനിക്ക് ആ ഭാഗ്യം അള്ളാഹു തന്നിട്ടില്ല. ഒരു കുട്ടിയെ പ്രസവിച്ചാലുള്ള പ്രതിഫലം എത്രയാണ്? ഒരു കുട്ടിയെ പോറ്റിയാലുള്ള പ്രതിഫലം എത്രയാണ്? മുല കൊടുത്താലുള്ള പ്രതിഫലം എത്രയാണ്? ആ മക്കളെ പരിചരിച്ചാലുള്ള പ്രതിഫലം എത്രയാണ്? അത് പുരുഷന്മാരായ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾ അങ്ങോട്ടും ആഗ്രഹിക്കാൻ പാടില്ല, നിങ്ങൾ ഇങ്ങോട്ടും ആഗ്രഹിക്കണ്ട എന്ന് മാത്രല്ല, ഹബീബ് നബി തങ്ങൾ പറഞ്ഞു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന,
സ്ത്രീകൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ പ്രതിഫലം ലഭിക്കുന്നത് അവരുടെ വീടുകളിൽ വെച്ചാണ്. നിങ്ങൾക്ക് റബ്ബ് തന്ന അതാ വലിയ ആനുകൂല്യമാണ്. നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ്. കാരണം റബ്ബിന് നിങ്ങളെ അവസ്ഥ അറിയാം. ഞങ്ങളെപ്പോലെയല്ല, നിങ്ങളെ അവസ്ഥ റബ്ബിന് നന്നായി അറിയാം. സുബ്ഹാനല്ലാഹ്. നമ്മള് സുന്നത്ത് ജമാഅത്തിന്റെ മോമിനീങ്ങൾ ഇപ്പോ പല സ്ഥലത്തും പള്ളിയോട് അനുബന്ധിച്ച് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കാര സൗകര്യം എന്ന് എഴുതി വെച്ചിട്ട് ചില റൂമുകൾ സംവിധാനിക്കുന്നുണ്ട്. ഞാനും സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ ചിലര് ചോദിക്കുകയാണ്, നിങ്ങൾ പണ്ടിങ്ങനെ ചെയ്തിട്ടില്ലെന്നു. പണ്ടിങ്ങനെ യാത്ര പോകാറുണ്ടായിരുന്നോ? മുമ്പ് ഏതോ ഒരാള് തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണിട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോ 10 മിനിറ്റ് മുമ്പാണേ തറക്കാറില്ലാതെ വീട് കിട്ടണ്ടേന്ന് ചോദിച്ചിരുന്നു. അതുപോലെ പണ്ട് കാലത്ത് ഇങ്ങനെ യാത്ര പോകാറുണ്ടോ സ്ത്രീകള്? ഇപ്പൊ സ്ത്രീകളൊക്കെ യാത്ര പോവുകയാണ്. അപ്പൊ യാത്രക്കാരികളായ സ്ത്രീകൾ നിസ്കാരം കളാക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ പള്ളിയിൽ തന്നെ സംവിധാനിച്ചാൽ എന്ന് ചിലര് ചോദിക്കും. അതിന് കാരണമുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെ പോലെയല്ല. സ്ത്രീകളിൽ പലർക്കും പലപ്പോഴും പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത സമയമുണ്ടാവും. പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്. ജനാപത്തുള്ളപ്പോ പള്ളിയിൽ കയറിക്കൂടാ. പള്ളിയിൽ കയറാൻ പറ്റാത്ത വർഗമാണ് സ്ത്രീകൾ എന്നൊരു വാദം ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് ആർക്കുമില്ല. മസ്ജിദുൽ ഹറാമാകുന്ന മക്കയിലെ പള്ളിയല്ലേ ഏറ്റവും വലിയ മഹത്വമുള്ള പള്ളി. ആ പള്ളിയിൽ പോലും തവാഫ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ കയറ്റുന്നില്ലേ? കയറണമെന്നല്ലേ നിയമം? അപ്പൊ പള്ളിയിൽ കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകളെന്ന് ഇസ്ലാം ഒരു സ്ഥലത്തും പഠിപ്പിച്ചിട്ടില്ല. അതേ സമയത്ത് സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു പള്ളിയിലും കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അത്തരം അവസ്ഥയുള്ള 2 സ്ത്രീകളും ആ അവസ്ഥയില്ലാത്ത 2 സ്ത്രീകളും ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുന്നു. ഭർത്താവിന്റെയും ആങ്ങളയുടെയും കൂടെ യാത്ര ചെയ്യുന്നു. വണ്ടി ഒരു പള്ളിയുടെ സമീപത്ത് നിർത്തുന്നു. അപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്ന 2 സ്ത്രീകൾ അവിടെ വണ്ടിയിൽ ഇറങ്ങിപ്പോയി നിസ്കരിക്കുന്നു. 2 സ്ത്രീകൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ നാട്ടുകാർക്ക് മുഴുവനും മനസ്സിലായി അവരുടെ ജീവിതത്തിലുള്ള രഹസ്യ വിവരം എല്ലാവർക്കും തിരിഞ്ഞുപോയി. അതേ സമയത്ത് പള്ളിയായി വഖഫ് ചെയ്യാത്തൊരു റൂം സംവിധാനിച്ചാൽ 4 ആൾക്കും അവിടെ കയറാ. 2 ആൾ നിസ്കരിച്ചാൽ 2 ആൾ അവിടെ തന്നെ ഇരുന്നാൽ മതി. അവരുടെ രഹസ്യം ചോർന്നു പോവില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഏറ്റവും ഉന്നതമായ ആശയങ്ങളാണ്. സ്ത്രീകളുടെ മാന്യത കാത്തു സൂക്ഷിക്കുന്ന ആശയങ്ങളാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ സംവിധാനിക്കാതെ പള്ളിയുടെ തൊട്ടടുത്ത് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കാര സൗകര്യം. ഏറ്റവും വലിയ ബുദ്ധിയും ഏറ്റവും വലിയ ചിന്താശക്തിയുമുള്ളവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. അവര് സമൂഹത്തിന് നൽകുന്ന മെസ്സേജുകൾ, അവര് സമൂഹത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് ആർക്കും അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അതിൽ ബുദ്ധിശൂന്യതയൊന്നും ഉണ്ടാവില്ല. രാവിലെ 4:45 ഒരു ചെറിയ ടെലിഫോൺ ഉപയോഗിച്ച് അല്ലെ ടോർച്ച് ഉപയോഗിച്ച് ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നു. ദിനേന ഒരിടവഴിയിലൂടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേ 4:45 മണിക്കോ 5 മണിക്കോ ഒരു ചെറുപ്പക്കാരിയായ 18 or 20 വയസ്സുള്ള പെൺകുട്ടി ജമാഅത്തിന് അങ്ങനെ വരികയാണെങ്കിൽ പ്രശ്നം ഞാൻ പറയണോ? വ്യത്യാസമില്ലേ ആണും പെണ്ണും തമ്മിൽ? ആർക്കാണിത് മനസ്സിലാകാത്തത്? ഇനി ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ഇനി ആരുമില്ല, ഭർത്താവിന്റെ കൂടെയാണ്, അതേ ഭാര്യയാണ്, കാറിൽ എല്ലാ ഗ്ലാസും കയറ്റിയിട്ടാണ് പള്ളിയിലേക്ക് ഭർത്താവിന്റെ കൂടെ വന്ന് അവളിങ്ങനെ ജമാഅത്തിന് പങ്കെടുക്കുകയാണ്. അങ്ങനെ 2 ആഴ്ച വന്ന പെണ്ണിനെ പിറ്റത്തെ ആഴ്ച കാണാതിരിക്കുമ്പോ ആചാര്യങ്ങളെ ഭാര്യ എന്താ ഇപ്പൊ കാണാത്തത് ചോദിക്കുമ്പോ അദ്ദേഹം പറയേണ്ടി വരും, അതേ രഹസ്യം പറയേണ്ടി വരും. അപ്പോൾ ആ പെണ്ണിനെ മൊത്തത്തിൽ തന്നെ അപമാനിക്കാൻ അത് കാരണമായി. അതുകൊണ്ടാണ് ജമാഅത്തിന് സ്ത്രീകൾ പുറപ്പെട്ടു പോകുന്ന പതിവ്
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കിയില്ല. അവിടുത്തെ സ്വന്തം ഭാര്യ ആയിഷ ബീവിയോ സ്വന്തം മകൾ ഫാത്തിമ ബീവിയോ റൂമിന്റെ തൊട്ടടുത്ത് പള്ളിയായിട്ട് പോലും ജുമുഅ ജമാഅത്തിന് വേണ്ടി ഇറങ്ങിയില്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്. ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. രാത്രിയോ പകലോ ഒരൊറ്റ ജമാഅത്തിന്, അതേപോലെ ഒരു വെള്ളിയാഴ്ച ജുമുഅക്ക് നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഭാര്യമാരോ പെൺകുട്ടികളോ ഇറങ്ങിപ്പോയില്ല. ഇതാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വിഷമം വേണ്ട. അതേ സമയത്ത് സ്ത്രീകളും പള്ളിക്ക് നല്ല സംഭാവന കൊടുക്കണം. സാധേ ഞങ്ങളങ്ങ് വരണ്ടാന്നും പറയാം, എന്നിട്ട് നിങ്ങൾക്ക് കേറിക്കൂടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് വരണ്ടാന്നാണ്. ഏതെങ്കിലും സ്ത്രീകള് പള്ളി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ആണുങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കയറി ഇറങ്ങിയാൽ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതേസമയം പള്ളിയിൽ ജുമുഅ ജമാഅത്തിന് ഞങ്ങൾ വരണ്ടല്ലോ, പിന്നെ ഞങ്ങളെന്തിനാണ് സംഭാവന തരുന്നതെന്ന് ആരും ചോദിക്കരുത്. നമ്മൾ പുതിയാപ്പിള ഇറങ്ങുമ്പോ നിങ്ങളെല്ലാവരും സ്വർണ്ണമോതിരം കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ പുതിയ പെണ്ണിനും കൊടുക്കാറില്ലേ? പക്ഷേ ആ പുതിയ പെണ്ണും അതേപോലെ തന്നെ പുതിയാപ്പിളയും ഒന്നിച്ചൊരു റൂമിൽ സംഗമിക്കുമ്പോൾ നമ്മളാരും പോകാറില്ലല്ലോ. ഞാൻ സ്വർണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളാരും കയറാറുണ്ടോ? അത് കയറാറില്ലല്ലോ. ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ്. ഇസ്ലാമിന്റെ നിയമത്തിന് എല്ലാ വിഷയത്തിനും കൃത്യമായ രേഖയുണ്ട്. സഹോദരന്മാരെ, ഞാൻ ചുരുക്കട്ടെ, ആ നിസ്കാരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി നിങ്ങൾ കൊണ്ടുവന്ന് തന്ന നിസ്കാരം അതൊരൊറ്റയൊന്ന് ഖളായി പോകരുത്. പ്രതിജ്ഞയെടുക്കണം നമ്മൾ. കാരണം ആ നിസ്കാരത്തിൽ ഹബീബ് നബി തങ്ങളെ വിളിച്ച് സലാം പറയാനുണ്ട്. നമുക്ക് അതിന് സമയമില്ല എന്ന് പറയാൻ പറ്റുമോ? ആ സലാം പറയുന്ന സമയത്ത് ഞാൻ ഉറങ്ങാണെന്ന് പറയാൻ പറ്റുമോ? അതിനേക്കാൾ വലിയ ഒരാൾ സലാം പറയാൻ നമുക്ക് ആരാണ്? ആ നബി തങ്ങൾക്കല്ലാതെ സലാം പറയൽ നിർബന്ധമുള്ള വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തുണ്ടോ? ബാപ്പക്കോ ഉമ്മക്കോ നേതാവിനോ അനുയായിക്കോ ആർക്കെങ്കിലും സലാം പറയൽ നിർബന്ധമുണ്ടോ? പള്ളിയിലെ മിമ്പറിൽ വെച്ച് ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഔ നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ. നിർബന്ധമുള്ള സലാം ബുദ്ധിയോടെ ശുദ്ധിയോടെ ഖിബലക്ക് തിരിഞ്ഞ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അതാണ് നിർബന്ധമുള്ള സലാം. നിസ്കാരത്തിൽ വെച്ച് ആരെയെങ്കിലും വിളിച്ച് സലാം പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ്. ബാപ്പാനെ വിളിച്ചാലും ഉമ്മാനെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണ്. ഹബീബ് നബി തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. കാരണം അത് ഇവിടുന്നൊരു സാധാരണ നേതാവല്ല, വഫാത്തിന് ശേഷവും അനുയായികൾക്ക് ബന്ധപ്പെടാനുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആണോ പെണ്ണോ ആര് എനിക്ക് സലാം പറയുന്നുണ്ടോ അവർക്ക് സലാം മടക്കാനുള്ള സംവിധാനം എൻ്റെ വഫാത്തിന് ശേഷവും എനിക്ക് എൻ്റെ റബ്ബ് തരും. ഞാൻ അവരെ സലാം മടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ 5 നേരവും അനുയായികൾക്ക് നിരന്തരം ബന്ധപ്പെടാനുള്ള നേതാവാണ്. ബന്ധപ്പെടുമ്പോൾ തിരിച്ചിങ്ങോട്ട് ആശംസ പറയുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് നബി തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനേ, എന്ത് സമ്മേളനത്തിന്റെ തിരക്കാണെങ്കിലും, എന്ത് കല്യാണത്തിന്റെ തിരക്കാണെങ്കിലും, ഏത് പ്രകടനത്തിന്റെ തിരക്കാണെങ്കിലും, എന്ത് തിരക്കാണെങ്കിലും പ്രിയപ്പെട്ട നേതാവായ നബി തങ്ങൾക്ക് സലാം പറയുന്നത് മാറ്റിവെച്ചിട്ട് നമുക്കൊരു ഏർപ്പാടില്ല. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. ആ സലാത്തും സലാമും കൃത്യമായി നിർവഹിക്കണം. എന്നിട്ടേ നമുക്ക് ബാക്കിയുള്ളതുള്ളൂ. അതുകൊണ്ടല്ലേ ഖുർആൻ നോക്കൂ നിങ്ങൾ, ഫരിജാലൻ ഔ റുക്ബാനൻ, കഠിന ശത്രുക്കൾ. ഇസ്ലാമിന്റെ ഒരു യുദ്ധവും ആരെയും പോയി ആക്രമിച്ചതല്ല. ഇങ്ങോട്ട് വന്ന് ആക്രമിച്ച് 13 കൊല്ലം മുഴുവനും ക്ഷമിച്ച് ജീവിച്ച് നാട് വിട്ട് മദീനയിലേക്ക് പോയിട്ടും പിന്നെയും ആക്രമിക്കാൻ
അതാ നാട് വിട്ടുപോയ ആളുകളെ സമ്പത്തുകൾ എടുത്ത് അതുകൊണ്ട് കച്ചവടം ചെയ്ത് പണമുണ്ടാക്കി മദീനയെ ആക്രമിക്കാൻ വേണ്ടി അബൂജഹലും കൂട്ടരും ശ്രമിച്ചപ്പോഴല്ലേ ബദർ യുദ്ധമുണ്ടായത്. അതേ സുഹൃത്തുക്കളെ, ഇസ്ലാം ആരെയും ആക്രമിച്ചതല്ല, ആരെയും യുദ്ധം ചെയ്തതല്ല, മറിച്ച് ആവശ്യത്തിന്, അത്യാവശ്യത്തിന്, അനിവാര്യതയ്ക്ക് വഴിപ്പെട്ടതാണ്. അങ്ങനെ നടന്ന യുദ്ധത്തിൽ പോലും ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമ്പോൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്ത് തിരിഞ്ഞും മറിഞ്ഞും വെട്ടുന്ന സമയത്തും നിസ്കാരം ഖളാക്കിക്കൂടാ. ഖുർആൻ പറഞ്ഞു, ഫരിജാലൻ ഔ റുക്ബാനൻ, നിങ്ങൾ നടന്നുകൊണ്ട് നിസ്കരിച്ചോളൂ, വാഹനത്തിൽ നിസ്കരിച്ചോളൂ, ചാടിക്കൊണ്ട് നിസ്കരിച്ചോളൂ, നിങ്ങൾ അതാ തടുത്തുകൊണ്ട് നിസ്കരിച്ചോളൂ, നിസ്കാരം ഖളാക്കിക്കൂടാ. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിസ്കാരം തന്നെയാണ്. പള്ളി നിർമ്മിക്കുമ്പോൾ അതിലെല്ലാവരും സഹകരിച്ചു കൊടുക്കണം, എല്ലാവരും സഹായിച്ചു കൊടുക്കണം. പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. ഖുർആൻ പറഞ്ഞു, ഫീ ബുയൂത്തിൻ, ചില വീടുകളിൽ, ചില ഭവനങ്ങളിൽ. അള്ളാഹുവിന്റെ ഭവനം തന്നെ അള്ളാഹ് താമസിക്കാനുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കൂലല്ലോ. പിന്നെന്തിനാണത്? അള്ളാഹുവിന്റെ ഭവനം. ഭവനത്തിൽ പോയി സമർപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടവർ ഭവനത്തിൽ പോയി സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന അംഗീകാരം ലഭിക്കാനാണ്. നമ്മൾ ചിലപ്പോൾ പറയും, ഞാൻ ക്ഷീണായ കൊണ്ട് പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ്, എന്നാലും അദ്ദേഹം വീട്ടിലോളം വന്ന് പറഞ്ഞതല്ലേ. വീട്ടിൽ പോയി കൊടുക്കുമ്പോൾ ഒരു പരിഗണനയുണ്ട്. അത് പുരുഷന്മാർക്ക് അല്ലാഹു നിശ്ചയിച്ചത് പള്ളിയിൽ ചെന്ന് പറയുമ്പോഴാണ്. അതുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കണം. അതിനുവേണ്ടിയുള്ളതാണ് പള്ളി. ഫീ ബുയൂത്തിൻ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ. അതിനല്ലാഹു അൻ തുർഫ, സ്ത്രീകൾക്ക് അല്ലാഹു അളവ് ചെയ്തു. അവർക്ക് ശാരീരികമായ സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിൽ ഒരൊറ്റ പള്ളിയിൽ പോയാൽ മതി ജീവിതത്തിൽ ഒരു പ്രാവശ്യം. അതാണ് മക്കയിലെ പള്ളി. ഓ സുഹൃത്തുക്കളെ, അത് അല്ലാഹു തആല സ്ത്രീകൾക്ക് ചെയ്ത ഇളവാണ്, അല്ലാഹുവിന്റെ ആനുകൂല്യമാണ്, സ്ത്രീകളോടുള്ള ദയയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ അല്ലാഹുവിന്റെ പള്ളി. ഫീ ബുയൂത്തിൻ, അതിനല്ലാഹു അൻ തുർഫഅ, അതിനെ ഉയർത്തപ്പെടാൻ അല്ലാഹു അനുമതി നൽകിയിരിക്കുന്നു. വയുദ്കറ ഫീഹ ഇസ്മുഹു, അവിടെ അല്ലാഹുവിന്റെ പേരുച്ചരിക്കപ്പെടാൻ അല്ലാഹു അനുമതി നൽകിയിരിക്കുന്നു. പള്ളിയിൽ വെച്ച് വിളിച്ചു പറയുന്നത് എന്താണ്? പള്ളിയിലെ മൊയ്ലിയാർ വലിയ ആളാണ് എന്നാ? അല്ല. പള്ളിന്റെ പ്രസിഡന്റ് വലിയ ആളാണെന്നാ? അല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. അത് എല്ലാം സൃഷ്ടിച്ചു പോറ്റി വരുന്ന അല്ലാഹു വലിയവനാണ്. വേറെ ഇവിടെ ആരും വലിയവൻ ഇല്ല. വലിയവൻ ഒരുവൻ മാത്രം, അത് അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ. പിന്നെ പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്ന് നീ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നില്ല പള്ളിന്ന്. കാരണം പ്രകോപനം ഉണ്ടാക്കുന്ന പ്രബോധനം ഇസ്ലാമിലില്ല. നീ പ്രഖ്യാപിക്കണോ? നീ എന്താ എന്നോട് പറയാന്ന് ചോദിക്കണ്ട. പറയുന്നത് എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് പ്രഖ്യാപിക്കുന്നതിന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നീയും ആലോചിച്ചോ. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹു പറഞ്ഞേച്ച ആളാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നീ പ്രഖ്യാപിക്കണമെന്ന് ആരെയും നിർബന്ധിക്കുന്നില്ല. പ്രബോധനം, അതാണ് അദ്ദഅവത്തു താമ്മ എന്ന് ബാങ്കിനെ കുറിച്ച് പറഞ്ഞത്. അതായത് പൂർണ്ണമായ പ്രബോധനം, അതാണ് ബാങ്ക്. ഹയ്യാലു സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വലത്തോട്ട് തിരിഞ്ഞിട്ടാ. ഹയ്യാലൽ ഫലാഹ്, ഇടത്തോട്ട് തിരിഞ്ഞിട്ടാ. കാരണം എല്ലാ ഭാഗത്തുള്ളവരെയും ക്ഷണിക്കുകയാണ് ഈ സുന്ദരമായ ആശയത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, വിജയത്തിലേക്ക്. ഹയ്യാലസ് സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങൾ എല്ലാവരും വന്നാലും വന്നില്ലെങ്കിലും അല്ലാഹു വലിയവൻ തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അതൊരു സത്യമാണ്. എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ പ്രബോധനം. ഈ പ്രബോധനം നടത്താനുള്ള സ്ഥലവും കൂടിയാണ് പള്ളി. അവിടെ ഒന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. മറ്റേതെങ്കിലും മതക്കാർക്കെതിരെ പ്രവർത്തനവും ഇല്ല, പ്രാർത്ഥനയും ഇല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ബാബു ദുആഇ ലിൽ മുശ്രിക്കീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, അതേ ദൗസ് ഗോത്രക്കാര് ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല നബി, അവർക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പ്രാർത്ഥിച്ചത് എന്താണ്? അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം, ആ ദൗസിനെ നീ സന്മാർഗത്തിലാക്കണം അല്ലാ, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലാ. ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം, ഈ ഹദീസിന് ഇമാം ബുഖാരി കൊടുത്ത അധ്യായം ബാബു ദുആഇ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾക്ക് അനുകൂലമായി പ്രാർത്ഥിച്ച അധ്യായം. അതേ സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടിച്ച സമയത്ത് എതിരായി പ്രാർത്ഥിച്ച ഹദീസ് അതിന്റെ മുമ്പത്തെ അധ്യായത്തിൽ ബാബു ദുആഇ അലൽ മുശ്രിക്കീൻ എന്ന അധ്യായത്തിലും ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, പള്ളിയിൽ വർഗീയതയില്ല, പള്ളിയിൽ അതേപോലെ തന്നെ മറ്റൊരു വിഭാഗത്തിനെതിരായ പ്രാർത്ഥനയില്ല. അവിടെയുള്ളത് അള്ളാഹുവുമായുള്ള ബന്ധമാണ്, അള്ളാഹുവിനുള്ള ആരാധനയാണ്, അതേ ശരിയായ പ്രബോധന ശൈലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പള്ളികളും സംരക്ഷിച്ചു തരുമാറാകട്ടെ. എല്ലാ പള്ളികളും പരിപാലിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ആ പള്ളി പരിപാലിക്കുന്നവർ അതേ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്, അല്ലാഹുവിനെ നിസ്കരിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. യഖാഫൂന യൗമൻ തത്ഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, പാരത്രിക ലോകത്തെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ ഭക്തിയുള്ളവരിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ഈ മഹല്ലത്തിലും ഈ ജമാഅത്തിലും ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഇതിന്റെ പരിസരങ്ങളിലുള്ളവർക്കും ലോകം മുഴുക്കെയുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ നന്മയും നീ ചൊരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, യുദ്ധത്തിന്റെ ഭീഷണിയിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. പ്രിയപ്പെട്ട ചെറിയ ചെറിയ പിഞ്ചുമക്കളെ വെടിവെച്ച് കൊല്ലുന്നവരുണ്ട്, വളരെ പ്രയാസപ്പെടുന്ന ഉമ്മമാരെയും വൃദ്ധന്മാരെയും കൊല്ലുന്നവരുണ്ട്. എല്ലാ അക്രമങ്ങളിൽ നിന്നും എല്ലാ നിരപരാധികളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ദീനനുസരിച്ച് ഞങ്ങൾ ജീവിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നുപോയതിന്റെ പേരിൽ ഞങ്ങളെയോ ഞങ്ങളുടെ സഹോദരന്മാരെയോ ഞങ്ങളുടെ സഹോദരിമാരെയോ എവിടെയെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. നിന്റെ ദീനനുസരിച്ച് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം തരണം റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على